Hello guys, welcome back to my YouTube channel. Hello guys, welcome back to my YouTube channel. ഒന്നുകൂടി അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് കാണിക്കാൻ ഇന്റേൺഷിപ്പ് തുടങ്ങി. അങ്ങനെ ഇതെന്റെ 3rd വീക്കിന്റെ ലാസ്റ്റ് ഫ്രൈഡേ ആണ്. ഞങ്ങൾക്ക് ഇനി ഒരു വീക്ക് 2 ദിവസം കൂടെ ഉള്ളൂ. എൻ്റെ ഇവിടുത്തെ ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം, ഡോക്യുമെന്റ് ചെയ്ത് കാണിച്ചു തരാം. ലൈക്ക് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ രാവിലെ സമയം 9:30 ഞാൻ ഇവിടെ എത്തി. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. കാരണം എന്റെ സ്ഥലം കാട്ടാക്കട. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടം ഇവിടെ അറ്റോമിക് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ ഉള്ളൊരു കമ്പനിയാണ് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് രാവിലെ കാട്ടാക്കടയിൽ നിന്ന് ഇവിടെ എത്തണമെങ്കിൽ ഇത്തിരി പാടാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കാട്ടാക്കടയിൽ നിന്ന് ത്രൂ ടെക്നോ പാർക്ക് ബസ് ഉണ്ട്. അങ്ങനെ ഞാൻ ഒരുപാട് ദിവസം ആ ബസ്സിലാണ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ വിചാരിച്ചു ഇന്ന് അതെല്ലാം കൂടി നിങ്ങൾക്ക് വീഡിയോ എടുത്ത് ഞാൻ അതായത് എൻ്റെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എന്ന് വിചാരിച്ചു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് മുഹറമാണ്. അപ്പോൾ പബ്ലിക് ഹോളിഡേയ്സിൽ ആ ബസ്സില്ല. സോ ഞാൻ രാവിലെ വേറെ 2 ബസ് കയറിയാൽ വന്നേ. പിന്നെ അതങ്ങനെ കാണിക്കാനായിട്ട് അതുപോലെ ഒരു ക്ലിപ്പ് എടുത്തു. പക്ഷെ അല്ലാതെ കാണിക്കാൻ മാത്രമായിട്ട് അതിലൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അല്ലാതെ ചുറ്റി വരുന്ന വഴി അറിയത്തുള്ളൂ. ഇവിടെ അതിന് 2-2.5 മണിക്കൂർ. അല്ലാതെ ഞാൻ ഇന്ന് വന്നത് വേറൊരു ചേച്ചി എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ടെക്നോ പാർക്ക് ഫേസ് 3 വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി പറഞ്ഞിട്ട് ആ ചേച്ചിയുടെ കൂടെ ഞാൻ ഇവിടെ വന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ എത്തി. അല്ലെങ്കിൽ സത്യത്തിൽ ഞാൻ ഇന്ന് മരിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ ഓഫീസിൽ കയറി. ഇവിടെ കയറുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ ആക്സസ് കാർഡ് സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്ന് മേടിക്കണം. അത് മേടിച്ചാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറ്റത്തുള്ളൂ. ഇത് മേടിച്ചിട്ട് ഞാനിവിടെ ഇപ്പോൾ വന്ന് കോഫി കുടിക്കാതിരിക്കണം. കോഫിയോ കട്ടനോ എനിക്ക് ഇവിടുത്തെ ചായനെയും പാൽ കോഫി അതിനേക്കാളും എനിക്ക് ഈ സാധനമാണ് ഇഷ്ടം. കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ ഇവിടെ മുകളിൽ പോകാം. ഇവിടെ 3 ഫ്ലോർ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കമ്പനി, ഞാൻ എൻ്റെ കമ്പനിയുടെ പേര് പറഞ്ഞില്ല, ലെക്സ്വിൻസ് എന്നാണ് കേട്ടോ. ലെക്സ്വിൻസിനാണ് ഞാനിപ്പോൾ ഇന്റേൺ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കമ്പനി 2nd ഫ്ലോറാണ്. ഇവിടെ ഞാൻ നേരത്തെ നിന്നത് 1st ഫ്ലോറിലാണ്. ചായ കുടിക്കാൻ പോയില്ലേ, ചായ കട്ടെ. ഇപ്പോൾ ഞങ്ങളുടെ കമ്പനി വന്നിട്ട് 2nd ഫ്ലോറിലാണ്. അങ്ങനെ ഞാൻ അവിടെ കയറി വന്നിട്ടില്ല, ഇനി വരത്തുള്ളൂ. ഞാൻ ഈ വ്ളോഗ് ഇടുന്നത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനോ എനിക്ക് വീഡിയോയുടെ എണ്ണം കൂടാനോ അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെയൊന്നും അല്ല. എനിക്ക് എൻ്റെ ലൈഫ് ഒന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോഴത്തെ ഫ്യൂച്ചറിലെടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഇന്റേൺഷിപ്പ് ഞാൻ എങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ എനിക്ക് ഫ്യൂച്ചറിലൊന്നും കൂടി എടുത്ത് കാണാമല്ലോ. അതിനൊക്കെ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇന്റേൺഷിപ്പിൽ പാർട്ടായിട്ടുള്ള എല്ലാവരെയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും. ഇപ്പോൾ ലെക്സ്വിൻസിലുള്ള ചേട്ടന്മാരായാലും ചേച്ചിമാരായാലും സാറായാലും പിന്നെ ഇപ്പം ഞാൻ വരുന്ന വഴിയിൽ ഞാൻ കണ്ട കമ്പനി ആയിട്ടുള്ള ആൾക്കാരാണേലും അവരെയൊക്കെ ഞാൻ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ബസ് രാവിലെ ഇല്ല. എല്ലാവരും ആ ബസ്സിലാണ് രാവിലെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ആ ബസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ എല്ലാവരും എനിക്ക് കാണാൻ പറ്റിയില്ല. എല്ലാവരും ഒന്നും ഒരുപാട് പേരൊന്നും ഇല്ല, കുറച്ച്. അതിനിപ്പോൾ നാളെയല്ല മൺഡേ ആയാലും ആ ബസ്സിൽ വരുമ്പോൾ എനിക്ക് അവരെ എടുക്കാം. അത് പറ്റുവാണെങ്കിലും ഞാൻ അങ്ങനെ എടുത്തിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല. റിനി വന്നു, ഞാൻ കാണിച്ചു തരാവേ. റിനിതായോ വന്നു. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞില്ല ലോങ് വീഡിയോ എടുക്കുന്ന കാര്യം. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് എടുക്കുമെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞില്ല.
എന്തേലും പറയാനുണ്ടോ? എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം റിനിയുടെ ഫോണിലെടുക്കാം അല്ലേ? റിനിയുടെ ഫോണെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഫോണല്ലേ. നിങ്ങൾക്കെല്ലാം മനസ്സിലായത് ഇതാണ് ലെക്സ്വിൻസ്. നമ്മളിവിടെയാണ് ഇരിക്കുന്ന. ID കാർഡല്ല, ഇവിടുത്തെ ആക്സസ് കാർഡ് കണ്ടോ, അത് അവളുടേത്, ഇതെൻ്റെത്. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ എൻ്റെ ലാപ്പിൽ പൂച്ച ഇങ്ങനെ വരും. നല്ല ചന്തമില്ലേ കാണാൻ. ഇത് കാണുമ്പോൾ അവൾക്ക് പുച്ഛമാണ്. അതാണ് അവളുടെ ഷുട്ടു. റിനിയുടെ ഇതാണ് എൻ്റെ. ഗൈസ്, എങ്ങനെയുണ്ട് എൻ്റെ പൂച്ച? എന്തോന്ന് അറിയത്തില്ല, ഇത് ഓപ്പൺ ചെയ്ത് ഈ പൂച്ചയെ കാണുമ്പോൾ ഭയങ്കര സമാധാനമാണ്. സമയം 10 മണിയായി. ഏകദേശം എല്ലാവരും വന്നു. ആദിത്യനെന്ന് പറഞ്ഞൊരു ചേട്ടൻ വന്നില്ല. ആ ചേട്ടൻ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ എനിക്ക് ഇവിടെ വീഡിയോ എടുക്കുന്നതിൽ ഒരു പരിധിയൊക്കെ ഉണ്ട് അല്ലേ? വീഡിയോ എടുക്കുന്നതിൽ നമുക്ക് പരിധിയുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ എല്ലാം ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല. എന്നാലും ഞാൻ എടുക്കാം. പിന്നെ മെയിനായിട്ട് ഫോണിൽ സ്റ്റോറേജ് ഇല്ല. അപ്പം നമുക്കിനി വർക്ക് ചെയ്ത് തുടങ്ങാം. പണിയെടുക്കുമ്പോൾ ഇവളെ മുഖം ഇങ്ങനെയാണ് കഴിച്ചിരിക്കണം. കണ്ടോ നിങ്ങൾ? റിനിത ഓൺ ഫോക്കസ്ഡ് മൂഡ്. രാശി അത് കൊള്ളാമോ? ഹായ്. ഹലോ ഗൈസ്, ഇതാണ് അഖിൽ ചേട്ടൻ. ഇതാണ് ആദിത്യൻ ചേട്ടൻ. കാവ്യ ചേച്ചി. ഇതാണ് റിനിത. ഞാൻ ഇതാണ് ജീവൻ സാർ. നമ്മളിവിടെയാണ് ഫുഡ് കഴിക്കാൻ വന്നേ. ഇന്ന് ആദിത്യൻ ചേട്ടന്റെ സെൻഡോഫാ. ആദ്യമായിട്ട് ഇവിടെ
എന്തായാലും പറയാനുള്ള എനിക്ക് ഇവളൊരു ഹെൽമെറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ കൂറ സാധനം വെച്ചിട്ട് എന്റെ തലയ്ക്ക് ഭ്രാന്തായി. അതിന് ഞാനാണ് പ്രൊട്ടക്ട് ചെയ്തത്. ഇല്ല, അതിന് ഞാനാണ് പ്രൊട്ടക്ട് ചെയ്തത്. നമ്മളെ തല അതാണ് ഹെൽമെറ്റ് പ്രൊട്ടക്ട് ചെയ്തത്. റീനിയുടെ ഹെൽമെറ്റ് ഞാൻ നിങ്ങൾക്കിന്ന് വൈകുന്നേരം കാണിച്ചു തരാം. ഓയിലി ഫേസ് ഒക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കും. വർക്ക് തന്നിരിക്കുന്നു ഗൈസ്. ഇന്നലത്തെ ബാക്കി സമയം അങ്ങനെ 5:20. ഞാനിപ്പോൾ ഇനി ഇറങ്ങി. എനിക്കിന്ന് എൻ്റെ മറ്റേ ബസ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് 6 മണിക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു. ബസ്സിൽ എനിക്ക് നേരത്തെ ഇറങ്ങണം. ബൈ 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 ബൈ.